ഇന്ന് നമ്മളോട് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് നാടൻ ചിക്കൻ കറിയാണ്. ഈ കറി നമ്മൾ എങ്ങനെ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് ചാറിൽ വെക്കുന്ന ഒരു കറിയാണിത്. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു കറിയാണിത്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, 3 ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്, ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്തത്, പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക, വേപ്പിൻ്റെ ഇല, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ: 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കടുക്, 1 മുറി തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തത്, 2 കപ്പ് ഉണ്ടാവുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് വിനീഗറാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. അത് നമ്മുടെ കറിയുടെ പുളിക്ക് അനുസരിച്ച് ചേർക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മതിയാവും. നമുക്ക് കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിക്കാം. ഇനി ഇത് നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കാം. മൺചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് മൺചട്ടിയിൽ വയ്ക്കാം, അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക്. നമ്മൾ മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇലയും പച്ചമുളകും സവാളയും ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിക്കും. ഈ സവാളയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിയണ വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് മൊരിഞ്ഞ് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി മൊരിഞ്ഞതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. അപ്പോൾ മല്ലിപ്പൊടിയും ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഈ തേങ്ങാപ്പാലിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഈ തേങ്ങാപ്പാൽ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് വേവിക്കാം. നമുക്കതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. നാടൻ ചിക്കനാണ് നമ്മൾ കറി വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ചിക്കന് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് പകുതി വേവിച്ചിട്ട് വേണം ഉരുളക്കിഴങ്ങ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് വേവ് കുറവായിരിക്കും. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കറി വേവിക്കാം. ഇടയ്ക്ക് നമുക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ കറിയിൽ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇത് ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വിനീഗർ ചേർക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്.